സമാധാനം എന്ന പരിശുദ്ധാത്മ ഫലം. ലേവ്യർ 26:6. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. സങ്കീർത്തനം 29:11. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സമാധാനം. ദൈവത്തെ അന്വേഷിക്കുന്നവർ സമാധാനം കണ്ടെത്തുന്നു. സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് പത്രോസ് പഠിപ്പിച്ചു. മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞു, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമേ അതിന് സമാധാനം ആശംസിക്കണമെന്ന് ഈശോ ശിഷ്യർക്ക് നിർദ്ദേശം നൽകി. അന്ത്യ അത്താഴവേളയിൽ യേശു ശിഷ്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. ഈശോ നൽകിയ സമാധാനം പരിശുദ്ധാത്മാവാണ്. ഈശോ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിച്ചു. എഫേസൂസ് 2:10. അവൻ നമ്മുടെ സമാധാനമാണ്. യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. തുടർന്ന് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ദൈവരാജ്യം എന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. യെശയ്യാ 48:22. ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. വക്രമാർഗത്തിൽ ചരിക്കുന്നവർക്കും സമാധാനമില്ല. യെശയ്യാ 48:18. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. അനുസരണത്തിലൂടെ സമാധാനം അനുഭവിക്കാം. എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ തരത്തിലും സമാധാനം നൽകിയിരിക്കുന്നുവെന്ന് സോളമൻ പറഞ്ഞു. സമാധാനം പിൻവലിക്കരുതേ എന്ന് ജെറമിയ പ്രാർത്ഥിച്ചു. ധാരാളം സമാധാന ആശംസകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. നിനക്ക് സമാധാനം, നിന്റെ ഭവനത്തിനും നിനക്കുള്ള സകലതിനും സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് കാർമലിലെ വ്യാപാരി നാബാവിനെ ദാവീദ് അഭിവാദനം അറിയിച്ചു. ദാനിയേൽ 10:10. ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നിനക്കു സമാധാനം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇപ്രകാരം സമാധാനം ആശംസിക്കാൻ സാധിക്കട്ടെ. ആത്മാവിൽ പ്രേരിതനായി അമസായി ദാവീദിനോട് പറഞ്ഞു, നിനക്ക് സമാധാനം, നിന്റെ സഹായകർക്കും സമാധാനം. സമാധാനം എന്ന പദം പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ കർത്താവ് എന്നെല്ലാം വിശുദ്ധ ഗ്രന്ഥം ദൈവത്തെ വിളിക്കുന്നു. സമാധാനത്തിന്റെ സദ്വാർത്ത സകലത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുവെന്ന് പത്രോസ് പ്രസംഗിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമെന്ന് ഈശോയുടെ ജനനവേളയിൽ മാലാഖമാർ പാടി. ശിശുവായ യേശുവിനെ കയ്യിലെടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശിമയോൻ പ്രാർത്ഥിച്ചു, ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. സീറോ മലബാർ കുർബാനയിൽ കർത്താവിന്റെ സമാധാനം കാർമികൻ ജനത്തിനു നൽകുന്നു. ശുശ്രൂഷി പല പ്രാവശ്യം സമാധാനം ആശംസിക്കുന്നു. പന്തക്കുസ്തായുടെ ഈ ഒരുക്ക ദിനങ്ങളിൽ സംഖ്യ 6:26 പുരോഹിത ആശീർവാദത്തിന്റെ കൃപ നമ്മിൽ ചൊരിയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. കൊളോസോസ് 3:15. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ. ആമേൻ. സുകൃത ജപം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ.